10 മുഹറം 9 നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 നോമ്പനുഷ്ഠിക്കുകയും അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹറം 10 നോമ്പ് ഒരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 9 കൂടി നോമ്പനുഷ്ഠിക്കുന്നത് ജൂതന്മാരോടുള്ള സാദൃശ്യം ഒഴിവാക്കാനാണെന്നും 10 നോമ്പ് കരസ്ഥമാക്കുന്നതിൽ സൂക്ഷ്മതയ്ക്കു വേണ്ടിയാണെന്നും അഭിപ്രായമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെയും സത്യവിശ്വാസികളെയും ഫറോവയുടെയും സത്യനിഷേധികളുടെയും ശല്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതും ഫിർഔനിനെയും പാർട്ടിയെയും നൈൽ നദിയിൽ മുക്കി നശിപ്പിച്ചതും മുഹറം 10 ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ച് ജൂതന്മാർ മുഹറം 10 നോമ്പനുഷ്ഠിക്കുകയും ഒരാഘോഷ ദിനമായി അതിനെ കാണുകയും ചെയ്തിരുന്നു. അതുപോലെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് മുഹറം 10. ആദം നബി അലൈഹിസ്സലാം, ഹവ്വ റളിയല്ലാഹു അൻഹ, സ്വർഗം, നരകം, ഖലം തുടങ്ങിയവ സൃഷ്ടിക്കപ്പെട്ടത് മുഹറം 10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചതും മുഹറം 10. ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയതും യൂനുസ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മുഹറം 10. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രയാസം നീങ്ങിക്കിട്ടിയതും യൂനുസ് നബി അലൈഹി സ്വലാമിൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും ബനു ഇസ്രായേലുകാർക്ക് സമുദ്രം പിളർത്തിക്കൊടുത്തതും മുഹറം 10. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു പുറത്തു കൊടുത്തതും സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അധികാരം നൽകിയതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്തിയതും പിന്തിയതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തതും മുഹറം 10. അള്ളാഹു ദുനിയാവ് പടക്കാൻ തുടങ്ങിയ ദിവസവും ആകാശത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ചതും ഭൂമിയിലേക്ക് പ്രഥമമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങിയതും മുഹറം 10. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനും വിശ്വാസികൾക്കും കപ്പലിറങ്ങിയത് മുഹറം 10 ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ